ടെക്നോളജികളുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? INC ഹബ് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. INC ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ടെമ്പറേച്ചർ ട്രാൻസ്മിറ്ററിന്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമോ നമ്മളിതാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ. ഈ ട്രാൻസ്മിറ്റർ ഇന്ന് എങ്ങനെ കോൺഫിഗർ ചെയ്യുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പ്ലസ് മൈനസ് എന്ന 2 ടെർമിനൽ. അവിടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റർ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ സെയിം ടോപ്പിക്ക് തന്നെ പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യത്തിലും സെയിം ആണ്. എല്ലാം സെയിം കണക്ഷനുകളാണ്. പ്രഷറാണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ലെവലാണെങ്കിലും കണക്ഷൻ എല്ലാം സെയിം ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ മാത്രം ചേഞ്ച് ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൂടുതലായിട്ട് അറിയണം എന്നുള്ളവർ പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹാർട്ടിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹാർട്ടിൻ്റെ എപ്പിസോഡിൽ 475 എന്ന് പറയുന്ന ഹാർട്ട് കമ്മ്യൂണിക്കേറ്ററാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഹാർട്ടിൽ എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ അകത്ത് പോവുകയാണ്. ഹാർട്ട് കമ്മ്യൂണിക്കേറ്ററിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാർട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. അതുപോലെ ആ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി ഓൺലൈനിൽ പോവുകയാണ്. ഓൺലൈനിൽ പോകുമ്പം ഈ കോൺഫിഗറേഷനിൽ കാണാം ടി വി എന്ന് പറഞ്ഞ പ്രോസസ് വേരിയബിൾ, ഡിവൈസ് സെറ്റപ്പ്. ഇപ്പം നമുക്ക് പോകേണ്ടത് ഡിവൈസ് സെറ്റപ്പിലാണ്. ഡിവൈസ് സെറ്റപ്പിൽ നമ്മൾ പോകുന്നതിന് വേണ്ടി എൻ്റർ ചെയ്ത് ഡിവൈസ് സെറ്റപ്പിൽ പോകുമ്പോൾ പ്രോസസ് വേരിയബിൾ എന്ന് കാണാം. ഇവിടെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന എല്ലാ പാരാമീറ്ററും. പ്രോസസ് വേരിയബിളിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. പ്രോസസ് വേരിയബിൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് PV ഇപ്പം എത്രയുണ്ട്. PV എന്നാണ് പ്രോസസ് വേരിയബിൾ. ഇപ്പോൾ 90 ഡിഗ്രിയാണ് കാണിക്കുന്നത്. പിന്നെ പെർസെൻറ്റേജ് റേഞ്ച് 4.9, ഓഫ്സെറ്റ്, AO, അൺലോഗ് ഔട്ട്പുട്ട്, PA ടെമ്പറേച്ചർ എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡ്രാഗ് ആൻഡ് സർവീസ്. അതിൽ പോയി കഴിഞ്ഞാൽ അതിനകത്താണ് നമുക്ക് സിമുലേഷന്, ഡയഗ്നോസ്റ്റിക്സ്, സിമുലേഷന്, മോണിറ്ററിങ്, ട്രിമ്മ്, മാസ്റ്റർ റീസെറ്റ്, ഫാക്ടറി റീസെറ്റ് അതെല്ലാം വരുന്നത് ഈ ഓപ്ഷനിലാണ്. ഇതിനകത്ത് നമ്മൾ കമ്മീഷൻ ടൈമിൽ യൂസ് ചെയ്യുന്ന സിമുലേഷൻ ലൂപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓപ്ഷനിലാണ് പോകുന്നത്. ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അൺലോഗ് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പ് ചെക്കിന് പോകാം. ലൂപ്പ് ചെക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കണ്ടോ, ലൂപ്പ് ചെക്കിലേക്ക് പോയി. പക്ഷേ ഞാൻ ഇപ്പോൾ ലൂപ്പ് ചെക്ക് ചെയ്യുന്നില്ല, ഓൾറെഡി എൻ്റെ ലൂപ്പ് ചെക്ക് കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇത് എൻഡ് കൊടുക്കും. എൻഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് വന്നു. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ട്രിമ്മ്, മാസ്റ്റർ റീസെറ്റ്. ട്രിമ്മെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ട്രിമ്മിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെൻസർ ട്രിമ്മ്, അൺലോഗ് ട്രിമ്മ്. സെൻസർ ട്രിമ്മ് 2 പോയിൻ്റ് ഉണ്ട്, സിംഗിൾ പോയിൻ്റ്, 2 പോയിൻ്റ്. അത് നിങ്ങളതനുസരിച്ച് ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ മാനുവലും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരാളും മാനുവൽ നോക്കാതെ തന്നിഷ്ടപ്രകാരം ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഇൻസ്ട്രുമെൻറ്റിൽ. പിന്നെ മാസ്റ്റർ റീസെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മാസ്റ്റർ റീസെറ്റ്, ഫാക്ടറി റീസെറ്റ്, ഓൾ മീൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ആക്ച്വലി നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ആ സെയിം ഇതിലേക്ക് പോകും. ഇതല്ല നമ്മുടെ കോൺഫിഗറേഷനിൽ വരുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ ഇതല്ല വരുന്നത്. ഇത് നമ്മൾ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കോൺഫിഗറേഷൻ്റെ മെയിൻ ഓപ്ഷനാണ് അടുത്ത് വരുന്ന ബേസിക് സെറ്റപ്പ്. ബേസിക് സെറ്റപ്പിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അതിനകത്താണ് നമ്മൾ യൂണിറ്റ് നിങ്ങൾക്ക് കാണാം. യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 0 സ്പാൻ, ഇവിടെയാണ് നമ്മൾ റേഞ്ച് കൊടുക്കുന്നത്. റേഞ്ച് കണ്ടോ, 0 to 400. 0 എന്ന് പറഞ്ഞാൽ LRV, URV എന്ന് പറഞ്ഞാൽ 400. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് സെലക്ട് ആയി കഴിഞ്ഞാൽ ഇത് കണ്ടോ സെലക്ട് ആവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഞ്ച് നിങ്ങളുടെ കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി റേഞ്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് ഞാനിത് ബാക്ക് വരുവാണ്. എസ്കേപ്പ് സെലക്ട് ചെയ്തു ഞാൻ ബാക്ക് വന്നു നമ്മളിപ്പോൾ റേഞ്ച് സെറ്റ് ചെയ്ത് പിന്നെ ഡാമ്പിങ് നമ്മൾ 0 ആണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ വാല്യൂ 100 ആയാൽ മാത്രം നമ്മൾ ഡാമ്പിങ് ചേഞ്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്ന ടാഗാണ്. ഇതാണ് ഈ ഒരു ഓപ്ഷൻ. ബേസിക് സെറ്റപ്പിൽ ഓപ്ഷനിൽ മെയിൻ കമ്മീഷനിങ്ങിൽ ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഡീറ്റെയിൽ സെറ്റപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സെൻസർ. ഇത് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. സെൻസർ ഏത് ടൈപ്പാണ് ഒക്കെ നമ്മൾ ഇതിൽ വേണം ടൈപ്പ് ചെയ്യാൻ. സെൻസറിനകത്ത് പോയി പ്രോസസ് സെൻസർ, ഇതിൽ പോകുമ്പോൾ നമുക്ക് കാണാം സെൻസർ സെറ്റപ്പ് കാണാം. സെൻസർ സെറ്റപ്പ് ടൈപ്പ് ചെയ്തു. അതിൽ കണ്ടോ RTD, നമ്മൾ RTD സെലക്ട് ചെയ്തിരിക്കുന്നു. RTD ആണോ തെർമോകപ്പിൾ ആണോ അതെല്ലാം ഇതിൽ വരും. നമ്മൾ RTD ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെൻഡായി. ഓക്കെ, RTDയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. നോക്ക്, RTDയിൽ PT100 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് സ്റ്റാൻഡേർഡ്. പിന്നെ ഇത് 3 വയറിൽ തന്നെ നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും കാണും 2 വയർ, 3 വയർ, 4 വയർ. നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് 3 വയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 വയർ ഓൾഡ് സെലക്ഷൻ ഉണ്ട്. സ്കെയിൽ ഫാക്ടർ 1 ആണ്. ഇതാണ് നമ്മുടെ സെൻസർ സെറ്റ്. നെക്സ്റ്റ് വരുന്ന സെൻസർ ഇൻഫർമേഷനാണ്. സെൻസർ ഇൻഫോയിൽ ഇത് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സെൻസറിൻ്റേതായ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സെൻസർ ടൈപ്പ് ഏതാണ്, കണക്ഷന് കാര്യങ്ങൾ എല്ലാം ഇതിൽ കാണാൻ വേണ്ടി. ഏത് കോൺഫിഗറേഷൻ ചെയ്താലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കോൺഫിഗറേഷനിൽ പോയി സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുക്കുമ്പോൾ ലൊക്കേഷൻ ചോദിച്ചു, ഫ്ലാഷ് ഡ്രൈവ്, അതിൽ ഞാൻ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുമ്പോൾ ഓവർ റൈറ്റ് ആണോ എന്ന് ചോദിക്കുന്നു. ഓവർ റൈറ്റ് സേവ് ചെയ്തു. കോൺഫിഗറേഷൻ സേവ് കണ്ടോ. ഇങ്ങനെ നമ്മൾ എപ്പോൾ ഏത് ട്രാൻസ്മിറ്റർ ചെക്ക് ചെയ്താലും സേവ് കൊടുക്കണം. നമ്മളിപ്പം ഡീറ്റെയിൽഡ് സെറ്റപ്പിൽ നമ്മൾ വെളിയിൽ പോവാണ്. വെളിയിൽ പോയി നമ്മൾ സിഗ്നൽ കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണാം. സിഗ്നൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് പ്രോസസ് വേരിയബിൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. 0 സ്പാൻ സെറ്റ് അതെല്ലാം. പിന്നെ ഔട്ട്പുട്ട് കണ്ടീഷനിൽ അനലോഗ് ഔട്ട്പുട്ട് ഇപ്പം കറണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഐഡൻറ്റിഫിക്കേഷനിലൊന്നുമില്ല. നമ്മൾ ടാഗും പിന്നെ ഇതിൻ്റെ നമ്മുടെ പ്രോസസ്സ് ചെയ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ റിവ്യൂ ആണ്. റിവ്യൂവിൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് ഈ സെൻസറിൻ്റെയും ട്രാൻസ്മിറ്ററിൻ്റെയും ഫുൾ ഡീറ്റെയിൽസുകളുണ്ട്. കണക്ഷൻ എങ്ങനെയാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് സിമെൻസിൻ്റെ ട്രാൻസ്മിറ്ററിന് മാത്രമാണ് ബാധകമുള്ളൂ. ഓരോ ട്രാൻസ്മിറ്ററിൻ്റെയും മാനുഫാക്ചർ അനുസരിച്ച് ഇതിൻ്റെ കോൺഫിഗറേഷനും വാല്യൂസും എല്ലാം ചേഞ്ച് ആവും. അത് വേറെ ട്രാൻസ്മിറ്റർ നിങ്ങൾ അതിൻ്റെ മാനുവൽ എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്താവുള്ളൂ. ഇത് ഫുള്ള് ഡീറ്റെയിൽസുകളുണ്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാം ആവശ്യമുള്ള ആൾക്കാർ ഈ ട്രാൻസ്മിറ്ററിൻ്റെ പർട്ടിക്കുലർ മാനുവൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസുകളെല്ലാം കിട്ടുന്നതായിരിക്കും. ഇപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ബാക്കിയുള്ള ഈ 2 താഴെ ഓൺലൈൻ ID അതുപോലെ തന്നെ എൻഹാൻസ്ഡ് വ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ സംസാരിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യം. നമ്മുടെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ടെമ്പറേച്ചർ ട്രാൻസ്മിറ്ററിൽ ഹാർഡ് കമ്മ്യൂണിക്കേഷൻ കൂടാതെ നമ്മുടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം 3 ബട്ടൺ കാണാം. അതിൻ്റെ കോൺഫിഗറേഷനും ഉണ്ട്. ആ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു.